ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം ഒരു ദിവസം ഖുർആനായിരുന്നു. അതിൻ്റെ ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യുന്നില്ല. നമുക്ക് ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ടൊരു എക്സാം കഴിഞ്ഞ് അതിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ആൻസർ കീ മനസ്സിലാക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നു. അപ്പോൾ ഇവിടെ ഖദീജ, ഫാത്തിമ, ആയിഷ. അപ്പോൾ അതിൽ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അടുത്തത് എല്ലാ നബിമാരും ചെയ്ത തൊഴിൽ ആടുമേക്കൽ. നിങ്ങൾ ഈ നാട്ടുകാരനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ഇത് പറഞ്ഞതാരായിരുന്നു? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് അപായപ്പെടുത്തിയേക്കും എന്നാണ് ബഹീറ പറഞ്ഞത്? ജൂതന്മാർ കുട്ടിയെ അപായപ്പെടുത്തിയേക്കും എന്ന് പറഞ്ഞത്. അടുത്തത് മുസ്ലിം അല്ലാതിരുന്നിട്ടും ഖുർആനിൻ്റെ മഹത്വം അംഗീകരിച്ചു. ആരായിരുന്നു? ഉത്തുബ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര മക്കളായിരുന്നു? 7 മക്കളായിരുന്നു. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അപ്പോൾ അവിടെ 7 എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേര്. ഹുവൈലിദിൻ്റെ മകൾ ഖദീജ എന്നാണ് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ഹുവൈലിദ് എന്ന് നമുക്കവിടെ ശരിയാക്കാം. അടുത്തത് ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചു. ആരെയായിരുന്നു? മൂത്താപ്പയെയാണ് സഹായിച്ചത്. അടുത്തത് സാലൽ ജബലു മല അൽ വാദി ഫാലൻ നെഹ്റു ഇലൽ അബ്ഹാർ. അബൈൽ ഇലൽ അബ്ഹാർ എന്നതാണ് ടിക്ക്. അടുത്തത് 7 രൂപ എന്നാണ് അർത്ഥം. 7 എന്നതിൻ്റെ സബ് റൂബിയാത്ത്. ഇനി ഇവിടെ മാച്ച് ചെയ്യാനാണ്. അവിടെ എന്താണ്? ഇമ്രാൻ മറിയം ബീവിയുടെ പിതാവ്. അപ്പോൾ അതിൻ്റെ സി. പിന്നെ ഉസാമ റളിയല്ലാഹു അൻഹ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനം. ഓപ്ഷൻ എ. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ. ഓപ്ഷൻ ഡി. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ. അപ്പോൾ ഓപ്ഷൻ ബി. അടുത്തത് എന്താണ്? ഇനി പൂരിപ്പിക്കാനാണ്. അയൽവാസി ഡാഷ് സത്യവിശ്വാസിയാവുകയില്ല. ബുദ്ധിമുട്ടിക്കുന്നവൻ. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ് പെൺമക്കളുണ്ട്. എത്ര പെൺമക്കളാണ്? 4 പെൺമക്കൾ. ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കണം. എന്താണ്? സത്യസന്ധത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. വാഹിദുൻ ഇസ്നാനി അർബ ഹംസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സലാസ 3 വിട്ടിട്ടുണ്ട്, അത് എഴുതണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? മിസ്വാക്ക് ചെയ്യാൻ ഉത്തമമായ മരക്കൊമ്പ്. എന്താണ്? അറാക്ക് മരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയ്ക്കുന്ന പാഠത്തിൽ പറയുന്നുണ്ട് അറാക്കിൻ്റെ പഴത്തെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ തദ്രിബാത്തിൽ പറയുന്നുണ്ട് അറാക്ക് എന്നാൽ മിസ്വാക്ക് ചെയ്യാൻ ഉത്തമമായ കമ്പ് എന്നാണ്. മരക്കമ്പാണ് അറാക്ക്. അടുത്തത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നിൻ്റെ പേര്. ആദരിക്കേണ്ട വസ്തുക്കൾ. ഖുർആൻ, മതഗ്രന്ഥങ്ങൾ. അപ്പോൾ അതിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ എത്ര? 3 ആൺമക്കളാണ്. അടുത്തത് പക്ഷി എന്നതിൻ്റെ അറബി പദം എന്ത്? തോയിർ എന്നാണ് അറബി പക്ഷിക്ക് പറയുന്നത്. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ കണ്ടു. എന്ത്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? അന്ത്യപ്രവാചകനെ കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ കണ്ടു. അടുത്തത് മോഷ്ടാവിന് ഈ ലോകത്ത് എന്ത് ലഭിക്കും?
ഈ ലോകത്ത് നിന്ദ്യതയും അപമാനവും ലഭിക്കും. അടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഖദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് എന്താണ്? കാറ്റടിച്ചു വീശി അറബിയിലേക്കാക്കിയിട്ട് എഴുതണം. എന്താണ്? ഹബ്ബരീഹു. ആ ബൈത്തിൽ നിന്നാണ് ഹബ്ബരീഹു എന്നാണ്. ഇനി 5 വരി കുറയാതെ എഴുതാനാണ്. ആടുമേക്കൽ എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ആ പാഠത്ത് പഠിച്ചിരുന്നു. ആടുകളിൽ ബർക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും, എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ആ പാഠത്ത് പഠിച്ചത്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേച്ചിട്ടുണ്ട്. മേയ്ക്കുമ്പോൾ അറക്ക് മരത്തിലെ പഴങ്ങൾ പഴുത്തത് മാത്രമായിരുന്നു പറിച്ചത് എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി 5 വരി കുറയാതെ എഴുതുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്? അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.